നമസ്കാരം. ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഭാഗ്യനിർഭാഗ്യങ്ങളും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇവ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാകുന്നു. ഒരു വ്യക്തിയുടെ കർമ്മഫലത്താൽ ഇതിൽ വ്യത്യാസങ്ങൾ വന്ന് ഭവിക്കുന്നതുമാകുന്നു. അവർക്ക് ഗുണാനുഭവങ്ങളും അതേപോലെ തന്നെ മോശം അനുഭവങ്ങളും മുൻജന്മ കർമ്മഫലത്താലും ഈ ജന്മ കർമ്മഫലത്താലും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ജനനവും മരണവും മുൻപേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത് മാറ്റാൻ സാധിക്കുന്നതല്ല. എവിടെ വെച്ച് എങ്ങനെ മരിക്കണം എന്നും നാം ജനിക്കുമ്പോഴേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നതാകുന്നു. മരണം ഒരു വീട്ടിൽ നടക്കാൻ പോകുന്നതിന് മുൻപ് ചില സൂചനകൾ അതിനാൽ ലഭിക്കുക തന്നെ ചെയ്യും. മൃഗങ്ങളാലും പക്ഷികളാലുമാണ് പ്രധാനമായും ഇത്തരത്തിൽ ലഭിക്കുന്നത്. ഈ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. കാക്കയുമായി ബന്ധപ്പെട്ടും ചില സൂചനകൾ നാം പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കാക്ക ശുഭകരവും അതേപോലെ തന്നെ അശുഭകരവുമായ ലക്ഷണങ്ങൾ നൽകുന്നതായ പക്ഷി തന്നെയാകുന്നു. സൂചനകൾ നൽകും. പിതൃക്കൾ നമുക്ക് വരാൻ പോകുന്നതായ നല്ല കാലത്തെക്കുറിച്ചും അതേപോലെ തന്നെ മോശം കാലത്തെക്കുറിച്ചും നൽകുന്ന സൂചനകൾ ഇവയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാകുന്നു. മരണത്തെക്കുറിച്ചും ഇത്തരത്തിൽ ചില സൂചനകൾ ലഭിക്കും എന്ന് തന്നെ പറയാം. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. കാക്ക പലപ്പോഴും കുളിക്കുന്നതായി പലരും കാണുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം അത് ദോഷകരമാണ് എന്ന് തന്നെയാകുന്നു. വരാൻ പോകുന്നതായ വലിയ ദുഃഖം മരണ ദുഃഖത്തെക്കുറിച്ചാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ അടുത്തുള്ള ബന്ധുവിന്റെ മരണത്തെക്കുറിച്ചാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. അതായത് ഒരു മരണം സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പുല കുളിക്കേണ്ടതായി വരും, അത് അകന്ന ബന്ധുവോ അല്ലെങ്കിൽ ഒരു മരണവാർത്ത കേൾക്കേണ്ടതായി വരും തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ തീർച്ചയായും കാക്ക കുളിക്കുന്നത് കാണുന്നത് ശുഭകരമല്ല. ആഹാരം കഴിക്കാതെ ഇരിക്കുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം. അതായത് കാക്കയ്ക്ക് പലരും ആഹാരം നൽകുന്നതാണ്. എന്നാൽ ആഹാരം കാക്ക സ്വീകരിക്കാതിരിക്കുന്നത് ദോഷകരമാകുന്നു. ശനിപ്രീതി അതേപോലെ തന്നെ പിതൃപ്രീതി എന്നിവ ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നു, കുറയുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. കഴിക്കാതെ നീങ്ങിയിരുന്ന് കരയുകയാണ് എങ്കിൽ അത് വലിയ ദോഷമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഉടനെ തന്നെ മരണം നടക്കാൻ പോകുന്നു, അത് ആ വീട്ടിൽ തന്നെ ആകണം എന്നില്ല. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളുടെ ഒരു മരണവാർത്ത കേൾക്കാനുള്ള സാഹചര്യം അവസ്ഥ കൂടുതലാണ് എന്ന് തന്നെ പറയാം. അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അടുത്തതോ അകന്ന ബന്ധുക്കളോ ആയ വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ മരണവാർത്ത കേൾക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതിനാൽ ഈ ലക്ഷണം ശുഭകരമല്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പലപ്പോഴും കാക്ക രാത്രി കരയുന്നതാണ്. ഇത് പല വീടുകളിലും സംഭവിക്കുന്നതായ കാര്യമാകുന്നു. വല്ലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് അത് ദോഷകരമല്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, കാക്ക കരയുന്നുണ്ട് എങ്കിൽ അത് വലിയ ദോഷമാകുന്നു. കാക്ക കരഞ്ഞുകൊണ്ട് വീടിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നതും ദോഷകരമാണ്. ആ വീടുകളിൽ മഹാവ്യാധി വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലോ നിങ്ങളുടെ ചുറ്റുമുള്ള വീടുകളിലോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ ഒരു മരണം നടക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും വീടിന്റെ അടുത്തായി വട്ടമിട്ട് പറന്ന് കരയുന്നതാകുന്നു. ഇത്തരത്തിൽ കാക്ക ചെയ്യുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യം വലിയ ദോഷമാണ് എന്ന് തന്നെയാകുന്നു. ഉടനെ ആ വീട്ടിൽ മരണം നടക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് കാക്ക ഇതിലൂടെ അർത്ഥമാക്കുന്നത്. മഹാവ്യാധി, പകർച്ചവ്യാധികൾ നിങ്ങൾക്ക് കടന്നു വരാൻ പോകുന്നു, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. കണ്ണാടിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷണം പരാമർശിക്കാവുന്നതാണ്. കണ്ണാടി കയ്യിൽ നിന്നും പെട്ടെന്ന്
വീണ് പൊട്ടുന്നത് അത്ര ശുഭകരമല്ല, വലിയ ദോഷം തന്നെയാകുന്നു. വരാൻ പോകുന്ന വലിയ ദുരിതങ്ങളെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. കഷ്ടകാലം മരണദുഃഖമാണ് ഫലം എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് അർത്ഥമാക്കാം. ചില്ലുപാത്രവുമായി ബന്ധപ്പെട്ടും ചില സൂചനകൾ ലഭിക്കുന്നതാകുന്നു. ചില്ലുപാത്രം ഉടയുകയാണ് എങ്കിൽ അത് വലിയ ദോഷമാണ്, അപകട സാധ്യത വർദ്ധിച്ചതിന്റെ ലക്ഷണമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. മരണദുഃഖം തന്നെയാണ് ഇതിലൂടെ ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക. ശിവക്ഷേത്ര ദർശനമാണ് പരിഹാരമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. നിത്യവും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോവുക എന്ന കാര്യം ഓർക്കുക. നിത്യവും എന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസമോ ഈ വഴിപാട് നടത്തുക. പ്രദോഷ ദിവസം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. പൂച്ചയുമായി ബന്ധപ്പെട്ടും മറ്റൊരു ലക്ഷണം പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. പൂച്ച ഏവരോടും അടുപ്പം കാണിക്കുക തന്നെ ചെയ്യും. എന്നാൽ നേർ വിപരീതമായി ഒരു കാര്യം സംഭവിക്കാം. പൂച്ച ചില വ്യക്തികളോട് അടുപ്പം കാണിക്കണം എന്നില്ല, അവർ അകന്ന് പോവുക തന്നെ ചെയ്യും. എന്നാൽ ആ വ്യക്തിയോട് പെട്ടെന്ന് തന്നെ പൂച്ച അടുക്കുകയും കൂടുതൽ സമയം ചെലവിടുകയാണ് എങ്കിൽ അത് ആ വ്യക്തിയുടെ മരണത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പരാമർശിക്കുന്നത്. പെട്ടെന്ന് തന്നെ അടുപ്പം കാണിക്കുന്നു എന്നതാണ് വാസ്തവം. അതായത് നിങ്ങളോട് മുൻപ് അത്തരത്തിലല്ല പെരുമാറിയത് എങ്കിൽ പിന്നീട് കാര്യങ്ങൾ വ്യത്യസ്തമാകാം. ഇങ്ങനെ സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ മരണത്തിന്റെ സൂചന തന്നെയാകുന്നു. നായയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില സൂചനകൾ പരാമർശിക്കുവാൻ സാധിക്കും. വ്യത്യസ്തമായി പെരുമാറുന്നു, ഒരു വ്യക്തിയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു എന്ന് പറയാം. അതായത് മുൻപ് അത്തരത്തിൽ അടുപ്പം കാണിക്കാത്തത് ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ആ സാഹചര്യത്തിന് വ്യത്യാസം വരും. പെട്ടെന്ന് അടുപ്പം കാണിച്ചു തുടങ്ങും. ഇത് വളർത്തുനായ നൽകുന്ന ഒരു സൂചന തന്നെയാകുന്നു. നായ ഓരിയിടുന്നതും അടുത്ത വീടുകളിൽ ഉടൻ നായ ഓരിയിടുന്നതും ഇത്തരം ചില ലക്ഷണങ്ങളാലാണ് എന്ന് പറയാം. എന്നാൽ ഇത് അല്ല എന്ന വാദങ്ങളുമുണ്ട്. ആ കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മൂങ്ങയുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ പരാമർശിക്കുന്നതാണ്. മൂങ്ങ കരയുന്നതായി നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്ന് തന്നെ പറയാം. വീട്ടിൽ കയറുന്നത് വലിയ ദോഷകരമാകുന്നു. വീട്ടിലിരുന്ന് കരയുന്നതും ദോഷകരമാണ്. പറയുന്നത് രാത്രിയുടെ കാര്യമാകുന്നു. രാത്രി മൂങ്ങ വീട്ടിൽ കയറുന്നത് ദോഷകരമാണ്. വീട്ടിൽ കാണുന്നത് പോലും ദോഷമാണ്. അതിനാൽ തന്നെ തീർച്ചയായും ആ വീടുകളിൽ മൂങ്ങ കരയുന്നതിലൂടെ ഒരു മരണം നടക്കാൻ പോകുന്നതിന്റെ അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖം സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ അർത്ഥമാക്കാം. മറ്റൊന്ന് വവ്വാലാണ്. ജനലിൽ വന്നിടിക്കുന്നു എന്ന കാര്യം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിൽ ഒരു ദുഃഖം, മരണദുഃഖം നടക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പറയാം. അത് മരണം തന്നെയാകണം എന്നില്ല, മരണതുല്യമായ ദുഃഖമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഒരു വ്യക്തിയുടെയോ മരണത്തിന്റെ ഒരു സൂചനയായും അർത്ഥമാക്കാവുന്നതാണ്. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് മറ്റൊന്ന് കുറുക്കനാകുന്നു. കുറുക്കൻ ഇത്തരത്തിൽ കരയുന്നതായി നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല, അത് വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം. കഷ്ടതകൾ, കടബാധ്യതകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെയും രോഗദുരിതങ്ങൾ വന്നു ചേരുന്നതിൻ്റെയും സൂചന തന്നെയാകുന്നു. മരണദുഃഖം പോലും അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖം പോലും വന്നു ചേരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ കുറുക്കൻ ഓരിയിടുന്നത് അഥവാ കരയുന്നത് അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊരു പക്ഷിയായി പരാമർശിക്കുന്നത് ഉപ്പനാണ്. ഉപ്പനുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന ശുഭകാര്യങ്ങൾ തന്നെയാണ് സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കുക. എന്നാൽ ശുഭകരമായ സൂചനയ്ക്ക് പുറമെ അശുഭകരമായ ചില സൂചനകളും പരാമർശിക്കുവാൻ സാധിക്കും. ഉപ്പൻ മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാണ്, അപൂർവമായ ലക്ഷണമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പറമ്പിൽ ഇത്തരത്തിൽ കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ ആ വീട്ടിൽ ശുഭകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ തീർച്ചയായും അവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ധാരയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. കണ്ട ആളുടെ പേരിലും ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും പേരിൽ ഇപ്രകാരം വഴിപാട് കഴിക്കുന്നത് ശുഭകരമാണ്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്നെ ചെയ്യണം.
കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തലയ്ക്കുടിഞ്ഞ് നാണയം സമർപ്പിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. പ്രധാനമായും ഇത്രയും ലക്ഷണങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഇഷ്ടദേവതയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. പരമശിവനെയും നിത്യവും ആരാധിച്ച് മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ ഇത്തരത്തിൽ വന്നു ചേരേണ്ടതായ ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക.